അല്ല, ആ ഖജനാവ് അതായിരിക്കില്ല. UDF ഭരിക്കുമ്പോൾ അതായിരിക്കില്ല കേരളത്തിന്റെ ഖജനാവ്. ഇപ്പൊ പൂച്ച കെട്ടിക്കിടക്കുന്ന ഖജനാവ് ആയിരിക്കില്ല. ഖജനാവിന് കാവൽ നിൽക്കുന്ന മന്ത്രിയെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് സതീശൻ ഇന്ന് നിറഞ്ഞാടിയത്. അതും രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രിയെ കളത്തിലിറക്കിക്കൊണ്ടായിരുന്നു. UDFന്റെ പ്രകടന പത്രിക കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു സതീശന്റെ ആ നിറഞ്ഞാട്ടം. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതിയും ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതും കേവലം വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നില്ല. മറിച്ച് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് തകർന്നടിഞ്ഞ കേരളത്തിന്റെ വിപണിയെ ഉണർത്താനുള്ള ക്രിയാത്മകമായ നീക്കമാണ് എന്നാണ് പറയുന്നത്. വിഭവ സമാഹരണത്തിൽ പരാജയപ്പെട്ട സർക്കാരിന്റെ മുഖത്തു നോക്കി മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ ഖജനാവ് നിറയ്ക്കുമെന്നും നികുതി പിരിവ് ഊർജിതമാക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് നടപ്പിലാക്കിയ ഗ്യാരണ്ടി സ്കീമുകൾ കേരളത്തിലും യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് വോട്ടർമാർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഭരണപക്ഷത്തിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടിയ സതീശൻ അത് നിർത്തലാക്കില്ല എന്നും എന്നാൽ അഴിമതി തുടച്ചു നീക്കി പുനഃക്രമീകരിക്കുമെന്നും വ്യക്തമാക്കി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ പുനഃപരിശോധന നടത്തുമെന്നും കേരള ബാങ്കിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയുടെ വികസനത്തിനൊപ്പം തന്നെ ആചാര സംരക്ഷണത്തിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന വാഗ്ദാനം വിശ്വാസ സമൂഹത്തോടുള്ള UDFന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഇതിനു പുറമെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ഭരണകൂടത്തിനുള്ള ശക്തമായ താക്കീതുമാണ്. കായിക മേഖലയിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയും മലപ്പുറത്ത് ദേശീയ നിലവാരത്തിലുള്ള കായിക ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുമെന്നും യുവതലമുറക്കുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ തിരികൂടി എന്ന് സതീശൻ കൊളുത്തി. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും തീരദേശവാസികൾക്ക് പട്ടയം ഉറപ്പാക്കുമെന്നുള്ള വാഗ്ദാനം സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു. അവിടം കൊണ്ടും തീരുന്നില്ല. വന്യജീവി ആക്രമണങ്ങളിൽ പൊലിയുന്ന ജീവനുകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനം മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമാകും. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് UDFന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നൽകാമെന്ന് മാത്രമല്ല, അത് നൽകുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം കൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ നിർണായകമായി മാറും. അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണകൂടത്തിന് പകരമായി ജനക്ഷേമത്തിന് മുൻഗണന നൽകുന്ന സുതാര്യമായ ഒരു ഭരണം വരണമെന്ന ആഗ്രഹമാണ് ഇന്ന് VD സതീശന്റെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ടത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിലെ വീണ്ടെടുപ്പിനായിട്ടുള്ള പോരാട്ടമാണ് എന്നും അതിൽ UDF മുന്നോട്ട് വെക്കുന്ന ഈ വികസന രേഖ വോട്ടർമാർക്ക് ലഭിക്കുന്ന വലിയ കോളാണ് എന്നും സതീശൻ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്താണെങ്കിലും സതീശന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. കേരള ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നത്. 2 വർഷമുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ്. എല്ലാ സെക്ടറിനെയും ടച്ച് ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ ഫീസിബിലിറ്റി, വയബിലിറ്റി, പ്രായോഗികത ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓരോ വകുപ്പിനെയും സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങൾ നിരന്തരമായി ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയാണ്. എവിടെയെല്ലാം ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ ഞങ്ങൾ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ചെയ്തിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതെല്ലാം നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ല, ആ ഖജനാവ് അതായിരിക്കില്ല. UDF ഭരിക്കുമ്പോൾ അതായിരിക്കില്ല കേരളത്തിന്റെ ഖജനാവ്. ഇപ്പൊ പൂച്ച കെട്ടിക്കിടക്കുന്ന ഖജനാവ് ആയിരിക്കില്ല. ഈ പദ്ധതിയിൽ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന അടക്കമുള്ള നിരവധി പദ്ധതികളുണ്ട്. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ലീക്കേജാണ് ഖജനാവിൽ നിന്ന്. അതെല്ലാം അടയ്ക്കും, അപ്പോൾ ശരിയായിക്കോളും. പിന്നെ ടാക്സ് കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 4000 രൂപ ഒരു പവന് സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയത് 500 കോടി രൂപയാണ് സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്ന ടാക്സ്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മീതെ അല്ലേ? പറയാൻ പറ്റില്ല, ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 25 ഇരട്ടി കിട്ടേണ്ടതാണ് 500 കോടി രൂപ. പക്ഷേ ഇപ്പോഴും 500 കോടി കിട്ടും. അതൊക്കെ പാർട്ടി ഗ്രാമം. പാലക്കാട് ഞങ്ങൾ 18000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അവിടെയൊന്നും ഒരു പാർട്ടി ഗ്രാമവും ഇല്ല. അതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംഘടനാശേഷി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് BJPക്കാർ വേണ്ടാത്ത പണിക്കൊന്നും ഇറങ്ങണ്ട. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിനെ. അല്ല, അവരെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അവരെല്ലാം ചെയ്യുന്നത് അവർ ചെയ്യേണ്ട ജോലി തന്നെ അവയർനെസ്സാണ് ചെയ്യുന്നത്. ബോധവൽക്കരണം ചെയ്യാന്ന് കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് സംഘടനകൾ, മഹിളാ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രം പോരല്ലോ ഇത് അവസാനിപ്പിക്കാൻ. ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം. നമ്മുടെ എക്സൈസും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കോമ്പിറ്റൻ്റ് ആണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഡ്രഗ് ട്രാഫിക്കിന് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. ഞാൻ നിയമസഭയിൽ ആരോപിച്ചാണ്. CPM ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. മയക്കുമരുന്ന് മാഫിയയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേരളത്തിലെ CPM ആണ്. അതുകൊണ്ടാണ് ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ എന്ന് പറയുന്നത്.
ആ ഡ്രഗ് ചെയിൻ്റെ ശൃംഖല ഉണ്ടല്ലോ, ഇതിൻ്റെ ഉത്ഭവം തൊട്ട് അവസാനം വരെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ പൊളിക്കും. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്.